പാലക്കാട് ജില്ലയിൽ മലമ്പുഴ ഡാമിനടുത്ത് ഒരു സ്ഥലമുണ്ട്. ആനക്കൽ പറഞ്ഞ സ്ഥലം. അധികം ആരും പോകാത്ത ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തെ പരിചയപ്പെടുത്തുന്നു, അതുപോലെ തന്നെ മലമ്പുഴ സ്നേക്ക് പാർക്കിനെ പരിചയപ്പെടുത്തുന്നതുമായ ഒരു വീഡിയോ ആണ് ഇത്. ഈ കാണുന്നതാണ് ആനക്കൽ റോഡ്. അതായത് മലമ്പുഴ ഡാമിന് അടിയത്ത് നിന്നും റോക്ക് ഗാർഡന് മുന്നിലൂടെ പോകുന്ന ഒരു വഴിയാണ് ഈ ആനക്കൽ റോഡ്. നല്ല വിശാലമായ കാടുകൾ. റിസർവ് വനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ ആനയും പുലിയും എല്ലാ വന്യമൃഗങ്ങളും ഇറങ്ങുന്നതുകൊണ്ട് തന്നെ 6 മണിക്ക് ശേഷമുള്ള ഇതിലൂടെയുള്ള യാത്ര അനുവദനീയമല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആനക്കലിൽ എത്തിയിരിക്കുന്നത്. ആനക്കലും അതുപോലെ തന്നെ ഡാം വ്യൂ പോയിൻ്റായ കവയുടെ വേറൊരു ഭാഗമാണ് ഈ കാണുന്നത്. നല്ല വിശാലമായ ഡാമും അതുപോലെ തന്നെ കാടൊക്കെ ഉള്ളത് കാരണം ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഇതിന് മുന്നിലുള്ള സ്ഥലത്ത് നിന്നൊന്നും ഫോട്ടോ എടുക്കുന്നത് അനുവദനീയമല്ല കേട്ടോ. അതുപോലെ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ വണ്ടി നിർത്തി ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യുന്നത് ശരിയല്ല. ഫുഡൊന്നും ഇവിടെ വെച്ച് കഴിക്കരുതെന്നാണ് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ കണ്ടില്ലേ, ഈ ഒരു മരം തൊലി മൊത്തം പൊഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഡാമിൻ്റെ ആ കാഴ്ചകളൊക്കെ ഉണ്ട്. ഈ നല്ല രസമുള്ള വഴിയിലൂടെ പോയി നമ്മളങ്ങനെ സ്നേക്ക് പാർക്കിന് മുന്നിലെത്തിയിരിക്കുന്നത്. കുഞ്ഞ് സ്നേക്ക് പാർക്കാണ്. നമുക്കവിടെ എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് 25 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അതുപോലെ കുട്ടികൾക്ക് റിഡക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ബോർഡിലായിട്ട് പാമ്പുകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവയെക്കുറിച്ചുള്ള ഗുണങ്ങളും ദോഷങ്ങളും അതുപോലെ ഭക്ഷണക്രമങ്ങളും എല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. ഇവിടെ വിഷമില്ലാത്ത പാമ്പുകളെല്ലാം ഇടകലർത്തിയിട്ടിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ മൂർഖനെയാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന പാമ്പുകളാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്തമായ പേരുകളുള്ള പാമ്പുകളുമുണ്ട്. ഇതാ കണ്ടില്ലേ, പൂച്ചക്കണ്ണൻ പാമ്പാണ് ഈ കാണുന്നത്. പിന്നെ വെള്ളിക്കെട്ടൻ, അതുപോലെയുള്ള ഒരുപാട് തരം പാമ്പുകളുണ്ട്. ഇതാ കണ്ടില്ലേ, ഇത് അണലി വെറൈറ്റിയിൽ പെടുന്നത് കേട്ടോ. ചുരട്ടപ്പാമ്പ് എന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന പാമ്പുകളാണ്. പക്ഷേ കാട്ടിൽ കാണുന്ന പാമ്പുകളും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഈ അണലിയൊക്കെ സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നല്ല വലുപ്പമുള്ളതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് കാട്ടുപാമ്പ്. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വളരെ വ്യത്യസ്തമായ ഡിസൈനൊക്കെ ഉള്ള ഒരു പാമ്പാണ് കാട്ടുപാമ്പ്. 2 ഉണ്ട് കേട്ടോ. 2 കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതുകൂടാതെ പച്ചിലക്കൊത്തിപ്പാമ്പ്, ദൈവാങ്കുട്ടിപ്പാമ്പ് എന്നൊക്കെ പറയും. പിന്നെ ഇത് കണ്ടില്ലേ, മൂവരയൻ, നീർക്കോലി, വെള്ളിവരയൻ എന്നൊക്കെ പറഞ്ഞ പാമ്പുകൾ ആദ്യമായിട്ടാണ് കേട്ടോ. ഈ കാണുന്നത് ഒരു പൈത്തനാണ്. പൈത്തൻ പറഞ്ഞാൽ നമ്മുടെ മലമ്പാത് തന്നെ സാധനം. എത്ര വലുതാണെന്നറിയോ. ഇതുകൂടാതെ വേറെയുണ്ട് കേട്ടോ പാമ്പുകൾ. ഇതെല്ലാം കാട്ടിൽ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൽ കാണുന്ന പാമ്പുകളാണ്. ഈ കൂട്ടത്തിൽ കണ്ടോ, എല്ലാ പാമ്പുകളെയും കൂടി ഒരു കൂട്ടിലിട്ടിരിക്കുക. മൂർഖൻ പാമ്പിൻ്റെ ഓരോന്നിൻ്റെ സൈസ് കാണുമ്പോൾ തന്നെ പേടിയാവും. അതുപോലെ തന്നെ ചേരയും മലമ്പാമ്പും എല്ലാം കൂടി ചേർന്ന് അണലി എല്ലാം ഉണ്ട് കേട്ടോ. അതാണ്ടില്ലേ, ഒരു മരത്തിൽ മുഴുവൻ അങ്ങനെ പാമ്പുകളാണ്. പാമ്പിനെക്കുറിച്ച് അറിയുന്നവർക്കൊക്കെ കാണാൻ പറ്റിയൊരു കൗതുക കാഴ്ചയായിരിക്കും. പക്ഷേ എനിക്ക് കാണുമ്പോൾ എന്തോ അറപ്പ് തോന്നി. പേടിയുള്ള ഒരു കാഴ്ചകളായിരിക്കും മിക്കവാറും. പാലക്കാടിൻ്റെ കാലാവസ്ഥ അറിയാലോ, ഇപ്പം തന്നെ ചൂടായി തുടങ്ങി. ഇതാണ്ടില്ലേ, പാമ്പ് വെള്ളം കുടിക്കുന്നത്. ഒരു ചേരപ്പാമ്പാണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ പാമ്പുകൾക്കും വെള്ളവും ഭക്ഷണവും എല്ലാം കൊടുക്കുന്നുണ്ട്. വെള്ളത്തിനായിട്ട് പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ആ മരത്തിന് മൊത്തം പാമ്പുകളാണ്. ഇതുപോലെയുള്ള ഇങ്ങനെ റിങ് കിണറുകളെന്ന് പറയാം. കിണറുകളിലാണ് പാമ്പുകൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. കുഞ്ഞു പാർക്കാണെങ്കിലും ഒരുപാട് തരം പാമ്പുകളുണ്ട്. ഇതെല്ലാം ഇവിടെ നിന്ന് അടുത്ത് പിടിച്ച പാമ്പുകളാണ്. അതിനല്ലേ ഇതുപോലെയുള്ള മരങ്ങളുടെ ഇടയിൽ തണലത്ത് വെച്ച് സംരക്ഷിക്കണം. ഇത് കണ്ടില്ലേ, ഇത് കാണുന്നത് ഒരു മുതലയാട്ടോ. ഇത് എവിടെ നിന്ന് കിട്ടിയതെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ ഒരു മുതലയുണ്ട്. അതുപോലെ തന്നെ ആമയും അതെല്ലാം കൂട്ടിലിട്ടിട്ട്. പിന്നെ അതുകൂടാതെ ഇത് കണ്ടില്ലേ, വേറെ വ്യത്യസ്തതരമായ ഒരുപാട് തരം പാമ്പുകൾ. നമ്മൾ ഇന്നേ വരെ കാണാത്ത കുറേ തരം പാമ്പുകൾ ഇതെല്ലാം കാട്ടിൽ നിന്ന് കിട്ടിയതാണ്. പലരും മലമ്പുഴ ഭാഗത്തു നിന്ന് കണ്ടിട്ട് സ്പോട്ട് ചെയ്ത് അത് വനം വകുപ്പ് പിടിച്ചിട്ട് വന്ന് ഇവിടെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഈ കൂട്ടുകളിൽ ഈ കാണുന്നില്ലേ, ഇതൊരു മൂർഖനാട്ടോ. ഇത് കാട്ടിലെ മൂർഖനായതുകൊണ്ട് നല്ല സൈസാണ്. അതുപോലെ തന്നെ അണലിയുടെയൊക്കെ ഓരോന്നിൻ്റെയും സൈസ് കണ്ടില്ലേ, അതും നല്ല അഗ്രസീവാണ് കേട്ടോ. ചിലരൊക്കെ നമ്മുടെ മൂവ്മെൻറ്റ് കാണുമ്പോൾ തന്നെ അവരുടെ പൊസിഷൻ എടുത്ത് നിൽക്കും, അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന പോലെ. ചിലരാകട്ടെ ഒന്നും വികാരമില്ലാതെ അങ്ങനെ കിടക്കുന്നത് കാണാം. ഇനി നമുക്ക് ഇവിടുത്തെ ഭീമന്മാരെ കാണാം. ഭീമന്മാർ പറഞ്ഞാൽ തന്നെ മനസ്സിലായി കാണുമല്ലോ, നല്ല ഒന്നാം തരം മലമ്പാമ്പുകൾ. ഇതൊക്കെ നാട്ടിൽ നിന്ന് പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടായിരിക്കും. പക്ഷേ ഓരോ മലമ്പാമ്പിൻ്റെ സൈസ് ഏതാണ്ട് നമ്മൾ സിനിമകളിൽ കാണുന്ന പോലെ തന്നെ, അനാക്കൊണ്ടയൊക്കെ പോലെ തന്നെയുണ്ട് കേട്ടോ. അതിന് കൂട്ടായിട്ട് 2-3 ആമകളുണ്ട്. ആ വെള്ളത്തിൽ കിടക്കുക കേട്ടോ ആമകൾ. അതെന്തുകൊണ്ടോന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ മുട്ട വിരിയാൻ വേണ്ടിയിട്ട് അടകിടക്കാനോ വല്ലതും ആയിരിക്കും. ഇത് കണ്ടില്ലേ, ഈ മലമ്പാമ്പിൻ്റെ ഒരു സൈസ് നോക്കി. ഒരാൾ പൊക്കത്തിൽ അത് ചുമ്മാ നെറ്റിൽ കയറി നിൽക്കുക. അതിനെ കാണാനായിട്ട് ഒരുപാട് പേര് കൗതുകത്തോടെ ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അടുത്ത് നിന്ന് എല്ലാവരും കാണുന്നുണ്ട്. ധൈര്യമുള്ളവരൊക്കെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ആരും കൂട്ടിനടുത്തൊന്നും പോകുന്നില്ല. കാരണം ആ ഒരു ചെറിയ പേടിയുണ്ട്. ഇത് കണ്ടില്ലേ, തനിയെ പൊങ്ങുക. നമ്മുടെ മറ്റുള്ള പാമ്പുകളെ പോലെ വളഞ്ഞു പൊളഞ്ഞു പോകാതെ ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കയറി പോവാം. ഒരാൾ പൊക്കത്തിൽ അത് പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ശക്തിയായിരിക്കും അത്. നമ്മളെയൊക്കെ കിട്ടിയ വിഴുങ്ങും കേട്ടോ. ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഇക്കോ ഷോപ്പുണ്ട്. കാര്യമായിട്ടൊന്നും കണ്ടില്ല കേട്ടോ. അവിടെ തേനും മറ്റുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നു പറഞ്ഞു. പക്ഷെ പോയപ്പോൾ കണ്ടില്ല. ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഫേമസ് ആണ്.
രാജാവിനെന്ത് ക്യൂ വഴിയൊരുക്കടാ. പേര് പോലെ തന്നെ രാജന്മാരാണ് ഇവർ. ഇവരെ കാണാനാണ് മലമ്പാമ്പിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ക്യൂ നിന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും. ഈ കാണുന്നത് പേര് പോലെ തന്നെ രാജാവിൻ്റെ ഒരു പ്രൗഢിയ തന്നെയാണ് ഇവർക്കുള്ളത്. AC റൂമാണ് കേട്ടോ ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. 2 AC റൂമിലായിട്ട് 2 രാജാവ് വെമ്പാലയാണ് ഉള്ളത്. ഒരു ആണും ഒരു പെണ്ണും. പെണ്ണ് 2006 കവ ആശ്രമത്തിൽ നിന്നും 2010 ആൺപാമ്പിനെയും പിടിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ രാജവെമ്പാലയുടെ സൈസിനേക്കാളും റിപ്പോർട്ട് ചെയ്തതിനേക്കാളും ഏറ്റവും വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ ഇവരെ കാണാൻ ഒരുപാട് പേര് വന്നിട്ട്. പിന്നെ ഏറ്റവും അടുത്ത് പെറ്റായി കാണുന്ന ഇവൻ, അതായത് ഒരു നായ്ക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ പോലെ എല്ലാവരോടും പെറ്റായി നിൽക്കുന്ന ഒരു മലമ്പാമ്പിനെ കാണാട്ടോ. നമുക്ക് ഇവിടെ വന്ന വിഷമില്ലാത്ത കാരണം തന്നെ അവൻ ഇങ്ങനെ താന്ന് കിടക്കും. എല്ലാവരെയും ഇങ്ങനെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വരെ നിന്ന് കൊടുക്കാറുണ്ട്. നമ്മൾ അത്ര അടുത്ത് പോയിട്ടാണ് കാണുന്നത്. കൈയൊന്നും ഇട്ടേക്കരുത്, ചാടിക്കയറി കടിച്ചു കഴിഞ്ഞാൽ വിരലും കൊണ്ട് പോയേക്കും അവർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ ഈ സ്നേക്ക് പാർക്കിൻ്റെ കാഴ്ചകൾ. ചെറിയൊരു പാർക്കാണ്, 25 രൂപയ്ക്ക് എന്തായാലും വാല്യുബിളാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം. സ്നേക്ക് പാർക്കിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിയുമ്പോൾ തന്നെ ഒരു ഉച്ചയായി. നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയം. നേരം നോക്കിയപ്പോൾ ഇഷ്ടം പോലെ ഹോട്ടലുകൾ ഇവിടെ, അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ. ഇവിടെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഊട്ടിയിൽ പോയ പോലെയാണ്. കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഇവിടെയാണ് കേട്ടോ കാർ പാർക്കിംഗ്. വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട്. 30 രൂപയാണ് കാർ പാർക്കിംഗ് ഏരിയയിലോട്ട്. പക്ഷേ നമ്മൾ ഇവിടെ എല്ലാ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ പോകുന്ന കവയുടെ തെക്കേ കവയുടെ ആ ഭാഗത്താണ്. ഡാം വ്യൂ പോയിൻ്റ് എന്ന് പറയും. ആ വ്യൂ പോയിൻറ്റിനടുത്തുള്ള ഒരു ഹോം മെയ്ഡ് ഫുഡ് കിട്ടുന്ന ഒരു വീട്ടിലെ കടയാണ്. ഒരു വീട് തന്നെയാണ് കേട്ടോ. അതിനെ ഒരു ഹോട്ടലാക്കിയിട്ട് അടിപൊളി നല്ല ഹൈബ്രിഡ് തിലോപ്പിയ വറുത്തതുണ്ട്. നല്ല മൊരിഞ്ഞ തിലോപ്പിയും അതുപോലെ തന്നെ നല്ല ഊണും അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ ഊണ്. ഞാൻ വെറുതെ പറയില്ല, നല്ല ഹോംലി മീൽസ് കിട്ടിയ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ വയറും കേടി വരില്ല, അതാണ് ഒരു ഗുണം. പിന്നെ ഓരോ മീനിനും 300 രൂപയാണ് കേട്ടോ. കാരണം ഇവിടെ എന്തെന്ന് വെച്ചാൽ വലിയ മീനാണ് തരുന്നത്. ഒരു മീൻ എടുത്താൽ തന്നെ 2 പേർക്ക് സുഖമായി കഴിക്കാം. മീൻ കൂടാതെ ബീഫും പൊറോട്ടയും ബാക്കിയുള്ള ഒരുപാട് കറികളൊക്കെ ഉണ്ട് കേട്ടോ. ചിക്കൻ പോലെയുള്ള ഒരുപാട് കറികളുണ്ട്. പിന്നെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഈ ഡാമിൻ്റെ വ്യൂവും കണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ച ശേഷം ഇവിടെ വന്ന് ഡാമിൻ്റെ അരികത്തിരുന്ന് കാറ്റും കൊണ്ടിരിക്കുക കേട്ടോ. വേനൽക്കാലത്ത് ഇവിടെയൊക്കെ വെള്ളം കമ്മിയാവും. നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ എടുത്തതിൽ ഇവിടെയൊക്കെ നമ്മൾ ഇറങ്ങിപ്പോയൊരു കാഴ്ചകളുണ്ടായിരുന്നു. ആ വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വേനൽക്കാലത്ത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഇവിടെ നിന്ന് നോക്കുന്ന വ്യൂ പോയിന്റിൽ അടിപൊളി കേട്ടോ. ആ കാണുന്ന ഭാഗമൊക്കെയാണ് കോയമ്പത്തൂർ ഭാഗമാണ്. കോയമ്പത്തൂരിലെ വെള്ളിയങ്കിരി മലയും അതുപോലെ തന്നെ വാളയാർ സൈഡൊക്കെയാണ് ആ കാണുന്നത്. അതിനപ്പുറത്തായിട്ടാണ് അട്ടപ്പാടിയൊക്കെ ഉള്ളത് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും എല്ലാവരും മിസ് ചെയ്യുന്ന കാഴ്ചകൾ. ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് റോപ്പ് വേയിലെ കാഴ്ചകളാണ്. അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സീ യു ദെൻ, ബൈ ബൈ.